അവസാനം വരെ വളരെ എൻഗേജിംഗ് ആണ്, ഒരു ലാഗും. ലാലേട്ടന്റെ സിനിമയാണിത്. അതിന് കോക്കിന്റെ കോക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടം. ഒരു ലാലേട്ടന്റെ കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും നല്ലൊരു പടം വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ജിത്തു സാറ് പറഞ്ഞ പോലെ തന്നെ ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ദൃശ്യത്തില് ഒരു ക്രൈം ചെയ്തിട്ട് അത് ഒളിപ്പിക്കാനാണെങ്കിൽ ഇവിടെ ഒരു ക്രൈമിനെ ഉള്ള തെളിവുകൾ കണ്ടെത്താനുള്ളതായിട്ടാണ് നേരിന്റെ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. വളരെ നന്നായിട്ടുണ്ട് പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഇതാണ് നമ്മൾ കാത്തിരുന്ന ഒരു സിനിമ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പെണ്ണുങ്ങൾ, അതായത് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ അമ്മമാര്, പെങ്ങന്മാര്, അവസാനം ഒരു സീനുണ്ട് ഇതില്. ആ ഒരു സീനിൽ മാത്രം മതി നമ്മുടെ നെഞ്ചുപൊട്ട പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആ ഒരു ഷോട്ട് ജിത്തു സാറ് പറഞ്ഞത് അത് നമുക്ക് കിട്ടും. എല്ലാവരുടെയും ഇതിലായിരുന്നു. ലാലേട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് മൂവി. ലാലേട്ടൻ പെർഫോമർ ആണ്. അതെ, സിദ്ദിഖിക്ക ഒന്നും പറയാൻ വേറെ ലെവലായിരുന്നു. ലാലേട്ടന്റെ സിനിമയാണിത്. അതിന് കോക്കിന്റെ കോക്ക് സിനിമ കണ്ടു കഴിഞ്ഞാലും നല്ലതെന്ന് തന്നെ പറയാവുള്ളൂ. കാര്യം ഇതില് ലാലേട്ടനെ കാണിക്കണം ഫസ്റ്റ് ഷോട്ട് അതിൽ ലാലേട്ടൻ വിജയ് മേനോന്നുള്ള ക്യാരക്ടർ, അത് മാത്രം മതി. അന്യായം പക്ക ഒരു മാജിക് പടം തന്നെയാണ്. ജിത്തു ജോസഫ് ഒരു രക്ഷയില്ല, കലക്കി. അതുപോലെ തന്നെ ഈ അനശ്വരരാജിന്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത പടം. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം പടം. ഇമോഷണൽ ഡ്രാമ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പടം. പടം ഉഗ്രനാണ്, നല്ല സ്ക്രിപ്റ്റാണ്. ലാലേട്ടൻ അനശ്വരി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ആറാട്ടിക്കാന്ന് പറയാം. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നല്ല എൻഗേജിങ് ആണ്, ലാഗ് ഒട്ടും ഇല്ല, എൻഗേജിങ് ആണ്. എല്ലാം കൊണ്ടും നല്ല ഗൂഗിൾ സ്ക്രിപ്റ്റാണ്. ലീഗലി കറക്റ്റാണ്, ലീഗലി പക്ക കറക്റ്റാണ്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ലാലേട്ടൻ്റെ തിരിച്ചു എന്ന് പറയാം. അനശ്വരയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയണം, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. കിട്ടാൻ സാധ്യതയുണ്ട്, ദൃശ്യയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആണ്, ഒരു ലാഗും അങ്ങനെയൊന്നുമില്ല. നല്ല സ്ക്രിപ്റ്റാണ്. ദൃശ്യമല്ല, ഗ്രാൻഡ് മാസ്റ്റർ ദൃശ്യം അതുപോലെ മൂവീസ് ചെറിയ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ പടം ഭയങ്കര എൻഗേജിംഗ് ആണ്, ലാഗ് ഒട്ടുമില്ല. ലാലേട്ടനും അനശ്വരയും രണ്ടുപേരും ആറാടി, പിന്നെ സ്ക്രിപ്റ്റും ആറാടി.